ആദ്യത്തെ പ്രാർത്ഥന ലോകത്തില് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവര് ഓർമ്മിക്കുക, ഭാരതത്തിലെ ആത്മീയത 5 നിലവാരത്തിലുള്ളതാണ്. ഭാരതത്തിലെ ആത്മീയത 5 നിലവാരം. 1, ക്ഷേത്രങ്ങളുടെ നിലവാരം. ഭാരതത്തിലെ ആത്മീയതയുടെ 1ാമത്തെ നിലവാരം ക്ഷേത്രങ്ങളുടെ നിലവാരം. 2ാമത്തേത് അവതാരങ്ങളുടെ നിലവാരം. 3ാമത്തേത് ത്രിമൂർത്തി സങ്കല്പം. ക്ഷേത്രങ്ങള്, അവതാരങ്ങള്, ത്രിമൂർത്തി സങ്കല്പം. 4ാമത്തെ ലെവല് പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരനായിട്ട് കാണുന്ന ആ പ്രപഞ്ച പുരുഷ സങ്കല്പം. 5ാമത്തേത് പരബ്രഹ്മ സങ്കല്പം, പരമാത്മസങ്കല്പം, ബ്രഹ്മസങ്കല്പം. ഈ 5 നിലവാരത്തിലുള്ള ഈശ്വര സങ്കല്പം ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ പ്രകാരം 27 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം അവസാനം എത്തിയപ്പോൾ വിളക്ക് അഗ്നിജ്വാല അത് പ്രതിഷ്ഠിച്ചു. എന്താ കാരണം? ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതാമം അഗ്നിപൂർവേഭിർഷിവിരീഡ്യോ നൂതനൈരുതാ സദേവാങ് ഏഹവക്ഷതി അഗ്നിനാ ആരയിമശ്നവത്. ഈ മന്ത്രം അഗ്നിയെ കുറിച്ച് ചൊല്ലുന്ന മന്ത്രമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം എല്ലാ വിദ്യാർത്ഥികളോടും ബൈഹാർട്ട് പഠിക്കാൻ പറഞ്ഞ മന്ത്രമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ മന്ത്രം. വിദ്യാർത്ഥികളോട് അബ്ദുൽ കലാം പറഞ്ഞത് അഗ്നിയെപ്പോലെ പ്രകാശം പരത്തിക്കൊണ്ട് ജീവിക്കുക, അഗ്നിയെപ്പോലെ താപ ഊർജം ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക, സൂര്യനെ പോലെ അഗ്നിയെപ്പോലെ ജീവിക്കുക. ആ അഗ്നി പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയത് കല്ലിൽ നിന്ന്, അതുപോലെ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് ഊർജത്തിന്റെ ലെവലിലേക്ക്. അത് കഴിഞ്ഞ് ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതെന്തിനായിരുന്നു? അവനവനെ തിരിച്ചറിയൽ. അഹം സാ, അഹം കഹ, ഞാൻ ആരാണ്? കോഹം, കോഹം, ഞാൻ ആര് എന്ന ചോദ്യമാണ് അവസാനത്തെ ലെവലിൽ എത്തിയവർ വരുന്നത്. അതിനുത്തരം എന്താണ്? സോഹം, സോഹം, ഞാൻ അവനാണ്. അവൻ ആരാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ചൈതന്യത്തിന്റെ ഭാഗമാണ് ഞാൻ. എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിലുള്ളവര് ഒരു പുസ്തകം വായിക്കണം. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. 150 രൂപ കൊടുക്കേണ്ടി വരും. ഒരിക്കൽ വായിച്ചാൽ നിങ്ങളുടെ ജീവിതം ആടിമുടി മാറും. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ എഴുതിയ പുസ്തകമാണ് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. അദ്ദേഹം തന്നെ എഴുതിയ 2ാമത്തെ ഒരു പുസ്തകമുണ്ട്, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്. ഈ പുനർജന്മത്തെ കുറിച്ചുള്ള പുസ്തകമാണ്. അത് വായിച്ചിട്ട് അതിന്റെ കണ്ടന്റ് എടുത്ത് കോഴിക്കോട് ഒരു വലിയ സദസ്സില് കർമ്മബലവും പുനർജന്മവും ഞാൻ ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞപ്പോ ഒത്തിരി IPSകാരും പോലീസ് ഇൻസ്പെക്ടേഴ്സും വന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു സീന് ഞാൻ ഓർക്കാം. സാറേ, ഒത്തിരി കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഈ ജീവിതം അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുമോ സാറേ? ഞാൻ അവരോട് പറഞ്ഞെന്തറിയാമോ? മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല, മൈക്ക് ഓഫ് ചെയ്തതിന് ശേഷം സംസാരിക്കാം. കാരണം അവർ പറഞ്ഞ മൈക്കിൽ കൂടെ കേൾക്കാമേ. 10,000-4,000 പേരിരിക്കുന്ന സദസ്സ. അത് കഴിഞ്ഞ വർഷം 2 മാസം മുമ്പ് തിരൂര് പ്രഭാഷണം നടത്തിയിരുന്നു പുനർജന്മത്തെ കുറിച്ച്. ആ പ്രദേശം മുഴുവനും ട്രാഫിക് ജാം ആയിരുന്നു. വന്നത് ഹൈക്കോടതി ജഡ്ജി ഉൾപ്പെടെ മുമ്പിലുണ്ടായിരുന്നു, ഡോക്ടർമാരെല്ലാം. സാധിക്കുമെങ്കിൽ നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം ഈ 2 പുസ്തകം പഠിക്കണ്ട, വായിച്ചാൽ മതി. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്. നല്ല പുസ്തകം. അദ്ദേഹം വേറെ പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് വായിച്ചിട്ട് പ്രയോജനമില്ല. 7 പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതല്ല, ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിന് തലക്കനുണ്ടെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുക. അയാൾക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് തോന്നുകയാണെങ്കിൽ വേറൊന്നും അയാളോട് ചോദിക്കരുത്,
ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ചോദിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ചോദിക്കാം. ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ അന്ന് ഡോക്ടർ VP ഗംഗാധരൻ എഴുതിയ ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകം കൈ കൊണ്ടു കൊടുക്കാം. അടുത്തതിന്റെ പിന്നത്തെ ദിവസം അയാള് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും, ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിലും. അപ്പോ അത്ര ഗംഭീര പുസ്തകം, ജീവിതം ഒരു അത്ഭുതം, നല്ല പുസ്തകം. അത് DC ബുക്സ് പബ്ലിഷ് ചെയ്ത മലയാളം. മറ്റേത് DC ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പയ്യാന്റെ കമ്പനിയിലും ഹിഗിൻ ബോധംസിലും മറ്റേ പുസ്തകം കിട്ടും. സൗകര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി. പക്ഷെ ഇതെല്ലാം വായിക്കുമ്പോ ഇത്രയും 100 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഈ ദൈവദശകം എങ്ങനെയാണ് അൾട്രാ മോഡേൺ സയന്റിസ്റ്റുമാര് തെളിയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ പറഞ്ഞ വരിയുടെ അർത്ഥം മനസ്സിലായോ? അന്ന് 100 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഇത് എത്രത്തോളം സയന്റിഫിക് ആണെന്ന് ഇപ്പൊ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർമാര് പറയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഭാരതീയ ആത്മീയത ഗ്രൗണ്ട് ലെവല് ക്ഷേത്രം, അടുത്ത ലെവല് അവതാരം, അടുത്ത ലെവല് ബ്രഹ്മാ വിഷ്ണു മഹേശ്വര സങ്കല്പം, അടുത്ത ലെവല് പ്രപഞ്ച പുരുഷ സങ്കല്പം, അടുത്ത ലെവല് പരമാത്മചരി. ഈ 5ഉം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് ദൈവദശകത്തിന്റെ പ്രത്യേകത. ഭാരതീയ ഗ്രന്ഥങ്ങള് 5 ലെവലാണ്. 2 പേര് കൂട്ടുവായ വിട്ടാൽ ഞാൻ പറയുന്നതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കും. ഇപ്പൊ കുറച്ച് കട്ടിയുള്ളതിലേക്ക് പോവാണ്. ഭാരതീയ ഗ്രന്ഥങ്ങള് 5 ലെവലുണ്ട്. അതേതാണ്? പുരാണത്തിന്റെ ലെവല്, മഹാഭാരതത്തിന്റെ ലെവല്, രാമായണത്തിന്റെ ലെവല്, വേദത്തിന്റെ ലെവല്, ഉപനിഷത്തിന്റെ ലെവല്. വെറുതെ ഓർത്താ മതി. പുരാണത്തിന്റെ ലെവല് സാധാരണക്കാർക്കുള്ളത് 2, 1,25,000 ശ്ലോകമുള്ള മഹാഭാരതത്തിന്റെ ലെവല്. അതിന്റെ മുകളിലേക്ക് പോയാൽ 24,000 ശ്ലോകമുള്ള രാമായണത്തിന്റെ ലെവല്. അതിന്റെ മുകളിലേക്ക് പോയാൽ വേദത്തിന്റെ ലെവല്. അതിന്റെ മുകളിലേക്ക് നിങ്ങൾ പോവണ്ട, ഉപനിഷത്തിന്റെ ലെവല്. പോവാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പോവാ. ആ 5ഉം ഇതിനകത്ത് വരുന്നുണ്ട്. ഗുരുദേവന്റെ കൃതികളുടെ പ്രത്യേകത അതാണ്. ശരിക്ക് സാധാരണക്കാർക്ക് ഭാരതീയ പൈതൃകത്തിലേക്ക് കടക്കാനുള്ള ഒരു ആവിവൻ തോണി, ആവി കൊണ്ട് മുമ്പോട്ട് പോകുന്ന വലിയ കപ്പൽ, അതാണ് ഗുരുദേവന്റെ കൃതികൾ തന്നെ. പക്ഷെ ഇവിടെ ഗുരുദേവൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന വരികള് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് വരുന്നത്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. ഈ വരി മക്കളെ പഠിപ്പിക്കണം. എവിടേക്ക് പോകുമ്പോഴും, പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഈശ്വരൻ നമ്മളെ രക്ഷിക്കും, ഈശ്വരൻ നമ്മളെ നോക്കിക്കോളും, ഈശ്വരൻ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ശിക്ഷിക്കില്ല. അതല്ല വേണ്ടത്. എന്റെ മനസ്സില് ഓരോ പ്രാർത്ഥനയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. ദ ഫാമിലി വിച്ച് പ്രേ ടുഗദർ സ്റ്റേ ടുഗദർ. അർത്ഥം മനസ്സിലായി? ദ ഫാമിലി വിച്ച് പ്രേ ടുഗദർ സ്റ്റേ ടുഗദർ. ആ പ്രാർത്ഥനയാണ്, ഈശ്വര ഞാനൊരു കർമ്മത്തിനിറങ്ങാണ്, അങ്ങ് കാത്തുകൊള്ളുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ ഈ വരി പറയാൻ പറ്റണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ വരി പറയാൻ പറ്റണം. പരീക്ഷ എഴുതാൻ പോകുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ഇത് ഉണ്ടാവണം. അതിന്റെ അർത്ഥം ഈശ്വരൻ എനിക്ക് ആവശ്യമായിട്ടുള്ള അറിവ് തരുന്നല്ല, ഈശ്വരൻ എന്റെ വണ്ടി ശരിയായിട്ട് ഓടിക്കുമെന്നല്ല, മറിച്ച് തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ എന്റെ മനസ്സിന് ആത്മവിശ്വാസം തരേണ്ടത് ഈ പ്രാർത്ഥന. കൈവിടാതിങ്ങു ഞങ്ങളെ, ഞങ്ങളെ അവിടത്തെ കയ്യില്. മഹാത്മാഗാന്ധി പറയാറുണ്ട്, ഒരു കുട്ടി എങ്ങനെയാണോ അച്ഛന്റെ കൈ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന ധാരണയിൽ മുമ്പോട്ട് പോകുന്നത്, ആ പ്രൊട്ടക്ഷൻ, ചിലപ്പോ കുട്ടി വീണൊന്നു വരും, എന്നാലും അച്ഛന്റെ കൈ പിടിച്ചോണ്ടേ പോവുള്ളൂ. എന്താ സംഭവിച്ചത്? അച്ഛന്റെ കയ്യിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, അമ്മയുടെ കൂടെയാണ് ഞാൻ നടക്കുന്നത്, എന്റെ കൂട്ടത്തില്, എന്റെ ഉള്ളിലും എന്റെ പുറത്തും തദന്തരസ്യ സർവസ്യ തതു സർവസ്യ അസ്യ ബാഹ്യതഃ. അർത്ഥം മനസ്സിലാവുന്നുണ്ട്? തദന്തരസ്യ സർവസ്യ, എല്ലാത്തിന്റെയും അകത്തും, തതു സർവസ്യ അസ്യ ബാഹ്യതഃ, എല്ലാത്തിന്റെയും പുറത്തുമുള്ള ചൈതന്യം എന്റെ കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം നമ്മളെ കള്ളക്കടത്തുകാരനാക്കില്ല, കൈക്കൂലിക്കാരനാക്കില്ല, മദ്യപാനിയാക്കില്ല, വ്യഭിചാരിയാക്കില്ല, തിന്മ ചെയ്യാൻ നമ്മളെ നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കില്ല. ആ വരിയുടെ മഹത്വം അതാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നീ ആരാണ് ദൈവം? ആ ദൈവം ആരാണ്? അപ്ലൈഡ് സ്പിരിച്വാലിറ്റി. നാവികൻ നീ ഭവാബ്ദിക്ക്
ഭവാബ്ദി ജീവിതമാകുന്ന സംസാര സാഗരത്തില് ഓടുന്ന, ആവി കൊണ്ട് ഓടുന്ന വലിയ ഒരു കപ്പലിന്റെ ക്യാപ്റ്റനാണ് നീയ്. ഈ ലോകം ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. ആ ലോകം ഒരു കപ്പലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ആ കപ്പലിൽ ഇരിക്കുക, നീ ആ കപ്പൽ നയിക്കുന്നു. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരാള് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. സർ, രാത്രി 11:30 മണിക്ക്. സർ, ഒത്തിരി ദുഃഖത്തോടു കൂടിയാണ് സാർ ഞാൻ വിളിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ വയ്യ സാർ. ഞാൻ ഈ ഫോൺ എൻ്റെ ഭാര്യയുടെ ഈ കൊടുക്കാൻ, ഭാര്യയ്ക്ക് സംസാരിക്കാൻ പറ്റണില്ല. 1 മിനിറ്റ് കഴിഞ്ഞ് ആ മനുഷ്യൻ എന്നെ വിളിച്ചു. സാറേ, 37 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു സാർ. ഇന്ന് അതിൻ്റെ പാർട്ടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും പാർട്ടി കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി പോയി. അവസാനം പോയ ആള് എൻ്റെ ഭാര്യയും ഞാനും ഒരുമിച്ച് നിൽക്കുമ്പോൾ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ വാങ്ങിച്ച ഫ്ലാറ്റിന്റെ അടുക്കളയിലാണ് ഈ ഫ്ലാറ്റിന്റെ ഉടമസ്ഥന്റെ മകള് തൂങ്ങി മരിച്ചത് എന്ന്. ഞാൻ എന്തു ചെയ്യും? രാത്രി 11:30 മണിക്കാ, അതിഥിമാര് പോയി കഴിഞ്ഞിട്ടാണ്. ഞാൻ എന്നിട്ട് അയാള് ഏതോ അഭിമാനത്തോടു കൂടി പറയുന്ന മാതിരി ആ അടുക്കളയിൽ മുകളിൽ ഒരു ഹുക്കുണ്ട്, അതിലാണ് ആ കുട്ടി തൂങ്ങി മരിച്ചത്. സാർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ആരെങ്ങനെ മരിക്കണം, എങ്ങനെ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ മനുഷ്യന് ഒരു തരത്തിലും നിയന്ത്രണമില്ല. നിങ്ങൾ 37 ലക്ഷം രൂപ കൊടുത്തൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു, നല്ല കർമ്മങ്ങൾ ചെയ്യാം, നല്ല പ്രവൃത്തികൾ ചെയ്യാം. അനാഥര്, വൃദ്ധര്, രോഗികള്, വിശക്കുന്നവര്, ആശ്രയമില്ലാത്തവര്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങള് ഈശ്വരൻ നയിക്കുന്ന ഒരു കപ്പലിലാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിച്ച് ജീവിക്കുക. നാളെ വൈകുന്നേരം എന്നെ വിളിക്കാന്ന് പറഞ്ഞു. അയാൾ അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, സർ, ഇന്നലെ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല, വളരെ സന്തോഷമായിരുന്നു. പിറ്റേ ദിവസം അയാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വളരെ നോർമലാണ്. ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഫുള്ളി നോർമലാണ്. പക്ഷെ 5 ദിവസവും ഞങ്ങള് പാവപ്പെട്ടവരുടെ അടുത്തേക്ക് പോയി, അനാഥാലയത്തിൽ പോയി, വിശക്കുന്നവർക്ക് പോയി. ഞാൻ നിങ്ങളോടും പറയുന്നു, അവിടെ നിന്ന് ഈശ്വര, നിങ്ങൾ നയിക്കുന്ന ഈ കപ്പലില് ഞാൻ മാത്രമല്ല ഉള്ളത്. വിശക്കുന്നവരുണ്ട്, അനാഥരുണ്ട്, വൃദ്ധരുണ്ട്, രോഗികളുണ്ട്, ആശ്രയമില്ലാത്തവരുണ്ട്. അവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരെ കൂടി നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവ സേവ, അവർക്ക് കൂടി നന്മ വരുത്തുന്ന വിധത്തില് ഈ കപ്പലിലെ യാത്ര നമ്മള് ഇൻഡിവിഡ്വലി, ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ സഹോദരി സഹോദരന്മാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ വെറുക്കുന്നവരുണ്ട്, എല്ലാവരും കൂടിയുള്ള ഒരു യാത്ര 85 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ചത്തുപോകും, അല്ലെങ്കിൽ മരിച്ചു പോകും. രണ്ടിലൊന്നേ ഉള്ളൂ ഓപ്ഷൻ. ഏത് വേണമെന്നുള്ള അവനവന് തീരുമാനിക്കാൻ സാധിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എത്ര കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ളത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജഗതീശ്വരൻ നയിക്കുന്ന ആ വലിയ തോണിയില് ഒരുമിച്ചുള്ളൊരു യാത്ര. ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്കുള്ള സമയമാം. ബാക്കി നിങ്ങൾക്കറിയാം അല്ലേ? സമയമാകുന്ന രഥത്തില്, ഇവിടെ സമയമാകുന്ന ആവിവൻ തോണിയില് ജഗതീശ്വരൻ കപ്പിത്താനായിട്ട്, ക്യാപ്റ്റനായിട്ട് നയിക്കുന്ന ആ തോണിയില് നമ്മൾ പോകുമ്പോൾ ദൈവമേ കാത്തുകൊള്ളുകങ്ങ്. നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ? ശരിക്കും അത്രയും ഗംഭീരാണ് പറഞ്ഞതിനകത്ത്. ഇനി ഒന്ന് നോക്കാം. ഒന്നൊന്നായി എണ്ണിത്തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. മരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ഇത് നാവിൽ വന്നു എന്ന് വരില്ല. മരിക്കാൻ പോകുന്ന സമയം മുതൽക്ക് മരിക്കുമെന്ന് ഉറപ്പില്ലാത്തവരും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാ. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എല്ലാവരും ദൈവദശകത്തിലെ 10 വരികളും ചൊല്ലാൻ നിങ്ങൾക്ക് സമയമില്ല. എന്താ കാരണം? നിങ്ങൾ വളരെ നേരത്തെ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് വളരെ വൈകിയാണ് എഴുന്നേറ്റത് എന്ന് പറയുന്നവരുണ്ട് കുറെ പേര്. മനസ്സിലായല്ലോ ഇല്ലേ? നേരത്തെ ഉറങ്ങാൻ പോയത് കൊണ്ട് വൈകിയാണ് എഴുന്നേറ്റത് എന്ന് പറയുന്നവർ ചിലരുണ്ട്. വേറെ ചിലർ പറയുന്നുണ്ട് രാത്രി ഉറങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ പകല് വിശ്രമിക്കണം. അർത്ഥം മനസ്സിലാവുന്നുണ്ട്?
അങ്ങനെയുള്ളവരെ ഈ 2 വരികള് ഇപ്പൊ പറയുന്നതും അടുത്തതിന്റെ പിന്നത്തെ വരിയും അതെങ്കിലും ചൊല്ലാതെ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വരരുത്. ഒന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ട്രാഫിക് സിഗ്നല് പച്ച വന്നു കഴിഞ്ഞാൽ 32 കാണും ഇല്ലേ? 35 സെക്കൻഡാണ് പച്ച. ആ പച്ച നോക്കിയിരിക്കാം. 35, 34, 33, 32, 31. ആരുടെ ആയുസാ പോണത്? പച്ച വിളക്കിന്റെയാ നമ്മുടെയാ? പച്ച വിളക്കിന് ആയുസില്ല, അത് മെക്കാനിക്കലാ. ആ ഓരോ നമ്പർ കുറയുന്നതും ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങുകയാണ്. 35 സെക്കൻഡ് ഉള്ളത് 0 ആവുമ്പോൾ ഒടുങ്ങുകയാണ്. പിന്നെ തീർന്നു. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മാലയൊക്കെ മേടിച്ചിട്ട് നടന്നാലും എല്ലാവരും പറയുന്നു 916, ഞങ്ങൾ നൽകുന്നു 916. ഇതൊക്കെ പറഞ്ഞു നടന്നാലും എന്റെ മുമ്പിലുള്ളവരെല്ലാം ചത്തുപോകുന്നുള്ളത് ഉറപ്പാ. എല്ലാവരും ചത്തുപോകും, ഒരൊറ്റയാൾ ചാവാത്തവരായിട്ടുണ്ടാവില്ല. അപ്പോ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും. അർത്ഥം മനസ്സിലാവുന്നുണ്ട്? വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. പൊരുൾ ഇതങ്ങോട്ട് ഒടുങ്ങിയാൽ ഇതങ്ങോട്ട് നിൽക്കും. നിന്നിടും ദൃക്ക് പോലുള്ള ഞാൻ വ്യാഖ്യാനം കൊടുക്കുന്നത് കിഴക്ക്. ഇത് കിഴക്കാണെന്ന് വിചാരിക്കാം, കിഴക്കാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് ഇത് കിഴക്കാം, ഇവിടെ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പോ ഈ കിഴക്കിന് മാറ്റമില്ല, ശരീരത്തിന് മാറ്റമില്ലാത്ത വിധത്തിൽ അങ്ങോട്ട് നിൽക്കും. പിന്നെ ഹാർട്ട് ഇടിപ്പില്ല, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, നേരത്തെ കഴിച്ച മസാല ദോശ അതേപോലെ തന്നെ വയറ്റിനുള്ളിലുണ്ടാവും, ദഹിക്കലില്ല, എല്ലാം നിന്നിടും ദൃക്ക് പോലുള്ള. ആ സമയത്ത് പുറത്തേക്ക് വരുന്ന ജീവാത്മാവ് നിന്നില സ്പന്ദമാകണം. ഇതിനേക്കാളും വലിയ എന്ത് പ്രാർത്ഥനയാ ലോകത്തിലുള്ളത്? നാമം ജപിക്കാനും വിഷ്ണു സഹസ്രനാമം ജപിക്കാനും വേദമന്ത്രം ജപിക്കാനും ദേവി മഹാത്മ്യം ജപിക്കാനും എല്ലാം പറയുന്നതിനേക്കാളും ഒറ്റ പ്രാർത്ഥന കൊണ്ട് അതിന്റെ എഫക്റ്റിവിനകത്തുണ്ട്. മരിക്കാൻ പോകുന്ന എന്റെ അമ്മയുടെ അടുത്ത്, മരിക്കാൻ പോകുന്ന എന്റെ അച്ഛന്റെ അടുത്ത് 1994 പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാൻ ഈ വരിയ. ഇത് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ കാസറ്റിൽ അമ്മയെ കേൾപ്പിച്ചതും ദൈവദശകം മാത്രം. അമ്മയെ കേൾപ്പിച്ചത് ദൈവദശകാണ്. അതിനകത്തില്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പോ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും TS എലിയട്ട് എന്ന് പറയുന്ന ഒരു മഹാകവിയുണ്ട്. ഇന്ത്യക്കാരനല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. TS എലിയട്ട് ഇംഗ്ലീഷുകാരനാ. അങ്ങനെ പറയുന്നൊരു വരിയുണ്ട്. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ് യാർഡ്. എവ്രി ബ്രത്ത് എന്ന് വെച്ചാൽ ശ്വാസോച്ഛ്വാസം, ബ്രീത്ത്. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ് യാർഡ്. അർത്ഥം മനസ്സിലായി? ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോ നമ്മൾ ഇങ്ങനെ ശ്മശാനത്തിലേക്ക് പോവാണ്. അപ്പോ ഓരോ ആകെ നിങ്ങൾ എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യും എന്നുള്ളത് ഫിക്സഡ് നമ്പറാണ്. മന്ത്രിമാർക്കും MLA മാർക്കും ഒഴികെ ബാക്കിയുള്ളവർക്ക് ഫിക്സഡ് നമ്പറാണ്. അപ്പൊ അതിൽ ഓരോന്ന് കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം 23,800 പ്രാവശ്യമാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. 23,800 ടൈംസ് ഒരു ദിവസം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ഓരോ ശ്വാസോച്ഛ്വാസവും 23,800 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം വിട്ട് കഴിഞ്ഞാൽ ആ ദിവസം തീർന്നു. 28,000 ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. മഹാഭാവിയാണെങ്കിൽ കുറച്ചു കാലം കൂടി ഉണ്ടാവും. അപ്പോ എന്റെ ജീവാത്മാവ് എന്നിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് നിന്നിലുണ്ടാവണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ, ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാവണമെങ്കിൽ ബ്രയൻ എൽ വൈസിന്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം വായിച്ചാൽ മതി. എന്റെ ജീവാത്മാവ് ലെവൽ നമ്പർ 1, 2, 3, 4, 5, 6 6ാമത്തെ ലെവൽ എന്റെ ജീവാത്മാവ് കഴിഞ്ഞാൽ, 6 ലെവല് കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്റെ ജീവാത്മാവിന് 6 ലെവല് കഴിഞ്ഞാൽ പിന്നെ ആ ജീവാത്മാവിനെ കുറിച്ച് ബ്രയൻ എൽ വൈസ് പറയുന്നത് എന്താ അറിയാമോ? ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. ഇൻഡിവിഡ്വൽ സോൾ, ജീവാത്മാവ് പരമാത്മാവില് അലിഞ്ഞു ചേരും. അതാണ് നിന്നില സ്പന്ദമാകണം. നമ്മൾ മലയാളത്തില് അർത്ഥമറിയാതെ അമ്മൂമ്മമാര് ചൊല്ലുന്ന ഒരു കീർത്തനുണ്ട്. നിങ്ങൾക്ക് അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭോ. 6 പടി കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നെനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. കാരണം ജീവാത്മാവ് പരമാത്മാവ്. അൾട്രാ മോഡേൺ സയൻസ് ആണത്.
അൾട്രാ മോഡേൺ സയൻസ് ഗ്രാജുവേഷൻ ലെവലില് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പുസ്തകത്തിലാണ് ബ്രയൻ വൈസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരനായ യുക്തിവാദിയായ സൈക്കാട്രിസ്റ്റ് എഴുതിയിരിക്കുന്ന പുസ്തകം. ഒറ്റ വർഷത്തില് 70 മില്യൺ കോപ്പിയാ ചെലവായത്. 70 മില്യൺ കോപ്പി എന്ന് വെച്ചാൽ 7 കോടി കോപ്പികൾ ചെലവായ പുസ്തകമാണ് മെനി ലൈഫ്സ്. അപ്പൊ ഇത് അതിൽ വിവരിക്കുന്നുണ്ട് സയന്റിഫിക് ആയിട്ട്. ഒന്നൊന്നായി എണ്ണിത്തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഇനി അത്രയും ഉജ്ജ്വലമായ ഒരു സയൻസ് പറഞ്ഞിട്ട് സാധാരണക്കാരന്റെ ലെവലിലേക്ക് താഴാണ്. അതേ ഈശ്വരനോട് പറയുന്നു അന്നവസ്ത്രാദി മുട്ടാതെ. ഞാൻ അതിന് അർത്ഥം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉയർത്തുന്നവൻ. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി. സാധിക്കുമെങ്കിൽ ബൈഹാർട്ടാക്ക, ബുദ്ധിമുട്ടാണെങ്കിൽ മനപ്പാടാക്ക. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വരിയിൽ എന്താ പറഞ്ഞത്? ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ ഉയർത്തുക. ഉദ്ധരേത് ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളില് ഏറ്റവും ഉജ്ജ്വലമായ ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. 6-ാം അധ്യായത്തിലെ 5-ാമത്തെ വരി. 65 എന്ന് ഓർത്താ മതി. 6-5. 6-ാം അധ്യായത്തിൽ 5-ാമത്തെ വരി നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കേണ്ടതാ. നമ്മുടെ മക്കള് എന്ത് പ്രശ്നം വന്നാലും അച്ഛ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിന് പകരം അവനവൻ ഉയർത്തുക. അവനവന്റെ കുടുംബത്തെ അവനവൻ ഉയർത്തുക. അവനവന്റെ സമുദായത്തെ അവനവൻ ഉയർത്തുക. അവനവന്റെ സമൂഹത്തെ അവനവൻ ഉയർത്തുക. അവനവന്റെ രാഷ്ട്രത്തെ അവനവൻ ഉയർത്തുക. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ.